അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് ശൃംഖലയായ വെസ്റ്റേജ് മാർക്കറ്റിന്റെ നവീകരിച്ച ഷോറൂം പാലക്കാട്ട് പ്രവർത്തനം ആരംഭിച്ചു. 16 വർഷമായി ഇന്ത്യയിൽ ഉൾപ്പെടെ ലോകരാജ്യങ്ങൾക്കിടയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന വെസ്റ്റേജ് മാർക്കറ്റിംഗ് കമ്പനിയിൽ ആരോഗ്യ സംരക്ഷണം, പേഴ്സണൽ കെയർ, അഗ്രികൾച്ചർ, ബ്യൂട്ടി കെയർ, ഓറൽ കെയർ എന്നീ മേഖലകളിലുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. ഉൽപ്പാദകരിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നം എത്തിക്കുന്നതിലൂടെ ഉപഭോക്താക്കൾ തന്നെ വിതരണക്കാരനാവുന്ന നൂതന വിതരണ രീതിയാണ് വെസ്റ്റേജ് മാർക്കറ്റിംഗിലുള്ളത്. ഇതിലൂടെ ഉപഭോക്തൃ ശാക്തീകരണമാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. നേരിട്ടും അല്ലാതെയുമുള്ള 4500ഓളം ബ്രാഞ്ചുകളുള്ള വെസ്റ്റേജ് മാർക്കറ്റിംഗ് കമ്പനി ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തും ലോകത്ത് 30-ാം സ്ഥാനത്തുമുള്ള ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. ഇന്ന് ലോകത്ത് 160 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ബിസിനസ് മോഡലാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. 2025ഓടുകൂടി 64,500 കോടിയുടെ വിറ്റുവരവ് പ്രതീക്ഷിക്കാം എന്നാണ് അവരുടെ സർവേ റിപ്പോർട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ഫ്യൂച്ചറാണ് ശരിക്കും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലുള്ളത്. അതിൽ ഇന്ന് ഇന്ത്യയിൽ നമ്പർ 1 നിൽക്കുന്ന കമ്പനിയും അതുപോലെ തന്നെ വേൾഡ് ലെവലിൽ നോക്കുന്ന സമയത്ത് 30-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മഹത്തരമായിട്ടുള്ള ഒരു കമ്പനിയുടെ ഒരു ഓഫീസ് റിനോവേഷൻ ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 2004-ൽ 2 ഉൽപ്പന്നങ്ങൾ, 6 ഡിസ്ട്രിബ്യൂട്ടർമാർ, 2 ബ്രാഞ്ച് ഓഫീസർമാർ എന്നിവയുമായി 5 കോടി വിറ്റുവരവിൽ തുടങ്ങിയ കമ്പനി ഇന്ന് 2300 കോടി വിറ്റുവരവിലാണുള്ളത്. വി.കെ. ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. കാരണം നമ്മൾ സ്വന്തമായിട്ട് ഉൽപ്പാദനം നടത്തിയിരുന്നെങ്കിൽ, നമുക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങളെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ സ്വയം പര്യാപ്തത കൈവരിച്ചിരുന്നെങ്കിൽ, നമുക്ക് അല്പം സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ, നമുക്ക് അല്പം കൃഷി ഉണ്ടായിരുന്നെങ്കിൽ, നമുക്ക് അല്പം പച്ചക്കറി ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് ഓരോരുത്തരും ആഗ്രഹിച്ചൊരു സമയമാണ് ആ ലോക്ക്ഡൌൺ ടൈം. അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായി. ക്രൗൺ ഡയറക്ടർമാരായ രഞ്ജിത്ത്, പ്രകാശൻ, മണികണ്ഠൻ, ഡയമണ്ട് ഡയറക്ടർമാരായ സുമേഷ്, അബ്ദുൽ ഖാദർ, ഗിരീഷ്, ബ്രാഞ്ച് ഇൻചാർജ് അർച്ചന രമേശ്, മുഹമ്മദ് യൂനസ് എന്നിവർ പ്രസംഗിച്ചു.